ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് വീഡിയോ. രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേയുടെ വീഡിയോ ആണ്. ഫസ്റ്റ് ഡേയുടെ വീഡിയോ ഞാൻ ഫസ്റ്റ് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ തലേന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ഉറങ്ങാനായിട്ട് പോയി. പക്ഷേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനും നാത്തൂനും ഉറങ്ങിയതേ ഇല്ല. കുഞ്ഞുങ്ങൾ വാശി നിർബന്ധമൊക്കെ ആയത് കാരണം ഞങ്ങൾ 6 മണിക്കാണ് പിറ്റേന്ന് 6 മണിക്കാണ് ഞങ്ങൾ ഉറങ്ങിയത്. 6 മണി തൊട്ട് 11 മണി വരെ ഞങ്ങൾ ഉറങ്ങി. എല്ലാവരും അവരവരെണീറ്റതുപോലെ രാവിലെ പോയി ഫ്രഷായി കിച്ചണിൽ പോയി ചായ ഇട്ട് കുടിച്ച് പിന്നെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡും ജാമും ഒക്കെ കഴിച്ചു. അപ്പം ഞങ്ങളും എണീറ്റപ്പോഴത്തേക്ക് ചായ ഇട്ടു. അങ്ങനെ ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് അവിടെ ഒരു അരുവി പോലെ ഒരു ഹട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം പോയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ലൈൻ ബന്ദി ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഞാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും റെഡിയാക്കിയിട്ട് ജിനേഷേട്ടൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ജിനേഷേട്ടൻ കുറേ ഫോട്ടോസ് എടുത്ത് തന്നു. നല്ല നല്ല ഫോട്ടോസാണ് എല്ലാം കേട്ടോ. അതിലെ 2-3 എണ്ണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഐസൂട്ടനെയും ലേഹം വാവയുടെയും ഫോട്ടോസ് എടുത്ത് തന്നു ജിനേഷേട്ടന്. നമുക്ക് ഈ ട്രിപ്പിൽ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എടുത്ത് തന്നത് ജിതിനും ജിനേഷേട്ടനുമാണ്. പർപ്പിൾ കളർ ക്യാബേജും ഗ്രീൻ കളർ ക്യാബേജും കോളിഫ്ലവറും ചോളം മുളകും ഒക്കെ കുറച്ച് കൃഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടകപ്പക്ഷിയല്ല, യമു ഉണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ പക്ഷിയില്ലേ, യമു ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ മരങ്ങൾ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു. അപ്പം ഇതിനെ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പറയുന്നത് പുയി എന്ന് പറയുന്നു. പുയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോഴിയെ പുയി എന്നാണ് പറയുന്നത്. അപ്പം അതിങ്ങനെ ഫോണിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്ന് ഞാൻ പേടിച്ച് ഇങ്ങോട്ട് മാറി. അപ്പം ഇങ്ങനെ കൊത്തുന്നത് പോലെ ഇങ്ങ് അടുത്തോട്ട് വരും അത് ഫോണും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പേടിച്ച് ഞാൻ എടുത്തത് കൊണ്ടാണ്. പിന്നെ അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിനെ ഒന്നും കാണാൻ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എടുത്ത വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. നമ്മൾ തിരിച്ചു വന്ന സമയത്താണ് അച്ചായൻ പറഞ്ഞത് അവിടെ കോഴിയും താറാവും അങ്ങനെ കുറേ പക്ഷികളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ദാ ഈ കാണുന്നത് ഒലിവ് മരമാണ്. ഒലിവ് കായയാണ് അതിനകത്ത് പിടിച്ച് നിൽക്കുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രോ അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ഐസൂട്ടനാണെങ്കിൽ അതിനകത്ത് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വല്ല വിഷക്കായുമായിരിക്കും മോൻ പിച്ചണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി കളയുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് നേരം കത്തിയടിച്ചു. പിന്നെ ഞാനും കുഞ്ഞുങ്ങളും ഇത്ര നേരം അവിടെ നിന്ന് കളിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് അലമ്പാവാൻ തുടങ്ങി. അപ്പോൾ രാവിലെയും ദോശ ഉണ്ടാക്കിയിട്ട് ഇവർ കാര്യമായിട്ട് കഴിച്ചില്ലായിരുന്നു. അലമ്പായപ്പോൾ 2 പേർക്ക് ഞാൻ തന്നെ എടുക്കണം. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഫുഡ് തുടങ്ങിയപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് കഴിച്ചിട്ട് ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഫുഡ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാ ടൈപ്പ് ബിരിയാണി ഉണ്ടായിരുന്നു. ഫിഷ് ഉണ്ടായിരുന്നു, ചിക്കൻ, മട്ടൺ, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്കതൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടു തന്നതായിരുന്നു. അപ്പോൾ കുറേ നേരം ആയിക്കഴിഞ്ഞാൽ തണുത്ത ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് തണുത്ത് പോകും. അത് കാരണം നമ്മൾ വേഗം തന്നെ കഴിച്ചിട്ട് ഗെയിമും സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 പേപ്പർ കപ്പും സ്ട്രോ വെച്ച് ഊതി താഴെ കളയണം. അതായിരുന്നു ആദ്യത്തെ ഗെയിം. സെറാമോളും കണ്ണമോനും ആയിരുന്നു കളിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം സെറാമോൾ ഒരു ട്രയലൊക്കെ ചെയ്തു. നമ്മുടെ കൂടെ ആകെ 8 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാൾ 10th അവന് ആ ഒരു ടൈം ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണമോനും സെറാമോളുമാണ് കളിക്കാനുണ്ടായിരുന്നത് ആ ടൈം. അവന്റെ ശ്വാസകോശം കുറഞ്ഞു പോയി. ഹൈസൂട്ടനും കൊടുക്കണേ, ഹൈസൂട്ടനും കൂടെ കൊടുക്കണേ. കളിയിൽ ഐസൂട്ടനും ജോയിൻ ചെയ്തു. ഫസ്റ്റ് ടൈമാണ് അവനിങ്ങനെ ജോയിൻ ചെയ്യുന്നത്. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അവനങ്ങനെ കളിച്ചത് കണ്ടപ്പോൾ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്.
സ്പൈഡർമാൻ ഗുഡ് ബോയ് ക്ലാപ്പ് ഗെയിം പേപ്പർ കപ്പിൻ്റെ തന്നെ പിരമിഡ് ചെയ്യുന്നതായിരുന്നു. കുഞ്ഞാപ്പി അങ്ങനെ അതിനകത്തൊന്നും ജോയിൻ ചെയ്യാനൊന്നും വന്നില്ല. അവളിങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു. പിന്നെ വേറെ ഒരു കുഞ്ഞാവേ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു. അതുകൊണ്ട് ചേച്ചി വെക്കുന്ന നോക്ക്, കപ്പ് വെക്കുന്ന നോക്ക് മോള് കണ്ട. ചേച്ചിയെ കണ്ടടാ, ബേബിയെ കണ്ടടാ. കാത്തൂന് പറ്റിയില്ല. ഇവിടം വരെ വന്നിട്ട് ആശയം ഫിനിഷില്ലേ, ഫിനിഷായില്ലേ? അടിപൊളി. ഉണ്ട് ഇവിടെ രണ്ടുപേരും കൂടെ. അടിപൊളി. അടിപൊളി. അവന്റെ കപ്പാത് നീക്ക് പൊന്നിൽ തരാം. പൊന്നെ ചേട്ടൻ വെക്കട്ടെ, വെച്ചിട്ട് പൊന്നെ. അയ്യോ അപ്പുറത്ത് വെക്ക്, അപ്പുറത്ത് വെക്ക്. സെന്ററിൽ വെച്ചോ. വെരി ഗുഡ്. അടുത്ത ക്ലാസ് താഴെ വെക്ക്. അപ്പുറത്ത് വെക്കണം. താഴെ ഇനി ഇതിന്റെ വെച്ചോ. സെയിം സെയിം ചെയ്തു. അടുത്ത തന്നെ മണ്ടയ്ക്ക് അവളെയല്ല എനിക്ക് പേടി. കമത്തി കമത്തി കണ്ണിലെല്ലാം കുത്തിയാലേ ഒന്നും ചെയ്യരുത്. ബേബി മുടിയൊന്നും പിടിച്ച് വലിക്കരുത്. അത് കുഞ്ഞിന്റെ കണ്ണിൽ കുത്തിപ്പോവും. മോള് കുഞ്ഞിന്റെ അല്ല, ഇവളുടെ കണ്ണിൽ ഇവൻ കുത്തുന്ന. അവരുടെ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ രണ്ടുപേരും ഉമ്മ കൊടുക്കുകയും ഭയങ്കര കളിയൊക്കെയാണ്. ഇത് ലിജോ ചേട്ടൻ്റെയും ദീപയുടെയും കുഞ്ഞാവയാണ്. എബ്രഹാം അങ്ങനെയാണെന്ന് തോന്നുന്നു അവൻ്റെ പേര്, എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. മൂത്താളിൻ്റെ പേര് ആഷിൻ, അവനാണ് കൂടിയിരിക്കുന്നത്. പിന്നെ അടുത്ത ഗെയിമും ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. ഗെയിം നടന്നപ്പോൾ ഉള്ള മ്യൂസിക് ഞാൻ ആഡ് ചെയ്യുന്നില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതല്ലാണ്ടൊരു മ്യൂസിക് ഞാൻ ആഡ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാണ്ടൊരു കോമ്പറ്റീറ്റീവ് മൈൻഡിലൊന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. നമുക്കൊരു സന്തോഷം, നമുക്കൊരു രസം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത്. കാണുന്ന നിങ്ങളെല്ലാവരും ആ ഒരു മൈൻഡിലെടുത്തിട്ട് കണ്ടാൽ മതി കേട്ടോ. ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയറിൻ്റെ വിന്നർ സുജയായിരുന്നു. പിന്നെ അടുത്തത് ജെൻസിൻ്റെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു.
ജെൻസിൻ്റെ മ്യൂസിക്കൽ ചെയറിൻ്റെ വിന്നർ സ്നേഹിതേട്ടനുമായിരുന്നു. അടുത്ത ഗെയിം സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മത്സരമായിരുന്നു. നമ്മുടെ സുന്ദരി നയൻതാരയായിരുന്നു. അപ്പോൾ നയൻതാരയുടെ മുഖത്താണ് നമ്മൾ പൊട്ട് വെക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേലും അതല്ല, അതാണ് പെട്ടെന്ന് പരിപാടി കഴിയും. അല്ല നേരെ അങ്ങനെ കുത്തണമെന്നില്ല, തപ്പിട്ട് കുത്തിയാ മതി. ഒറ്റ പ്രാവശ്യം കുത്താൻ പറ്റും. അവര് പുറത്തു പോയി. ആ കുത്തി മൂക്കിലെ കുത്തിയാ കണ്ണില് മോനെ കൈ മനസ്സിലാവും. കല്യാണം റൈറ്റിലോട്ട് പോണം. ചേട്ടന് പൊട്ട് കണ്ടിട്ടും കൂടിയില്ല. യസൂട്ടാ നിങ്ങ വന്നേ. ലെഫ്റ്റിലോട്ട് വാ, ലെഫ്റ്റിലോട്ട് വാ, ലെഫ്റ്റ് വാ, ലെഫ്റ്റ് വാ. ചുമ്മാ സ്നേഹിതടാ, ലെഫ്റ്റ് വാ. ഇതുവരെ വളരെ ശരിയാണ്. കസേര തള്ളി തറയിടും. വളരെ ശരിയാണ്, വളരെ വളരെ ശരിയാണ്. ഇപ്പൊ അറിയാം ഭാര്യയുടെ സ്നേഹമുണ്ടോ. അയ്യോ ഇപ്പൊ അറിയാം എത്രത്തോളം സ്നേഹം ഭാര്യയോടുണ്ടോ. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ആ കറക്റ്റാണ്, വളരെ വളരെ ശരിയാണ്, വളരെ ശരിയാണ്, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. റൈറ്റ് 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 റൈറ്റിലോട്ട് വാ, റൈറ്റിലോട്ട് വാ. റൈറ്റ് റൈറ്റ് ആദ്യം വന്നപ്പോ ഞാൻ ഇത് എവിടെയാണ് മോഹൻ തുടങ്ങിയ കിലോമീറ്റർ അപ്പുറത്താണോ കൊണ്ടാക്കിയത്? അല്ല കസാര കസാര താഴെ കൊടുത്തിട്ടില്ല. എവിടാന്ന് പോലും റൈറ്റിലോട്ട് കൈ വീശ. ഇത് വരുമ്പോ ഞാൻ ചോദിച്ചാണ് അതേ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഓടിച്ചിട്ടുണ്ട്, അതിലിടും. അവിടെ കൊണ്ടുപോയി മുട്ടിച്ച് ഇവിടുത്തെ ഈ ഇനി സങ്കല്പിക്കുക, വൈക്കും പോരായിരുന്നു.
കുറച്ച് ലെഫ്റ്റ്. ലെഫ്റ്റ് യു ആർ ഓൾമോസ്റ്റ് ഹിയർ. തൊട്ടു. കുട്ടിക്കോ ഭാര്യയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പോവാണ്. ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് ലിജോയ്ക്കും സെക്കൻഡ് പ്രൈസ് ജോർജ് അച്ചാനുമാണ് കിട്ടിയത്. പിന്നെ ചായയുടെ ടൈമായിരുന്നു, ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും പോയി. പഴംപൊരിയും സമൂസയും ആയിരുന്നു ചായയുടെ കൂടെ. ചായ നമ്മൾ ലേഡീസ് എല്ലാവരും കൂടെ ഇട്ടു. പിന്നെ പഴംപൊരിയും സമൂസയും നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു സമൂസയും പഴംപൊരിയും ഒക്കെ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്തോട്ടിറങ്ങി, ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വേഗം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുത്തില്ല. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും കപ്പിൾസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കപ്പിൾ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുവാണ്. അപ്പോൾ കുഞ്ഞിയുടെ ഐസുട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ ജിതിൻ കുറേ ട്രൈ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് കുഞ്ഞിയുടെ 1-2 പിക്ക് കിട്ടി നല്ലത്. അവൾ നിൽക്കുന്നേ ഇല്ല, അവളിങ്ങനെ ഓടി ഓടി പോവുക. ഐസുട്ടൻ പിന്നെ ഒട്ടും നിൽക്കുന്നില്ല, അവൻ്റെ ഒരു ഫോട്ടോ പോലും നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നാത്തൂനും ബ്രോയും കുഞ്ഞുമാവയും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനും നിന്നൊരു ഫോട്ടോ എടുത്തു. നമ്മുടെ ഒരു ഫാമിലി പിക്ക് എടുക്കാൻ നോക്കിയിട്ട് നടന്നതേ ഇല്ല. നമ്മൾ ഇവരുടെ പുറകിൽ ഇങ്ങനെ ഓടുന്നത് കാരണം എനിക്ക് ആ ഒരു ചിന്തയും പോയില്ല അന്നേരം. പിന്നെ ഓർത്തു എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തപ്പോൾ അയ്യോ എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ, പക്ഷെ പറ്റിയില്ല. ഇതാ ഇവരുടെ ബാക്കിൽ കണ്ടോ സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, ഞാൻ അങ്ങ് ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. വെള്ളമുള്ളത് കാരണം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാനുള്ള ഒരു പേടി കാരണം ഞാൻ അങ്ങോട്ടേ പോയില്ല. നല്ലതായിരുന്നു, ജെൻസ് എല്ലാവരും ഇറങ്ങിയായിരുന്നു. അവർ എന്താ പറയുന്നത്, സ്വിമ്മ് ചെയ്യുകയും ചുമ്മാ വെള്ളത്തിലിറങ്ങി കിടക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ 5 മണിയാകുമ്പോൾ ഇപ്പോൾ ലൈറ്റ് അങ്ങ് പോവും, പിന്നെ ഇരുട്ടായി തുടങ്ങും. കുറേ നേരം നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുകയും അവരെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇവർ ഇതാ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മുടെ നാട്ടിലെയൊക്കെ വീടിൻ്റെയൊക്കെ പുറകോശം കാണുന്ന പോലെ നല്ല ഭംഗിയാണ് ആ ഒരു ഇത് കാണാൻ. ആ ഒരു എന്താ പറയുന്നത് ലുക്കാണ്, ആ ഒരു ഫീലാണ് നമുക്ക് വന്നത്. പിന്നെ ഇതാ കുഞ്ഞ് വീണ്ടും ഊഞ്ഞാലി വന്നിരുന്നു. ഐസൂട്ടൻ വീണ്ടും ആ ഒരു സ്ലൈഡിൽ കയറിയിരുന്ന് കളിക്കാൻ തുടങ്ങി. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വരാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും കൂടെ പിരിഞ്ഞ് വരാനുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും 2 ഗെയിമും കൂടെ കളിച്ചു. ഒന്ന് മെമ്മറി ടെസ്റ്റും ഒന്ന് തമ്പോല ഹൗസി എന്നൊക്കെ പറയത്തില്ലേ, ആ ഗെയിമായിരുന്നു ഒന്ന്. മെമ്മറി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ടീപ്പോയിൽ ഒരു 19 ഐറ്റം സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മളൊരു 5 സെക്കൻഡ് അവർ തരും. 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ഇത് എന്താ പറയുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും, എത്ര നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും സാധനങ്ങളുണ്ടായിരുന്നു വെച്ചിട്ട് ഒരു പേപ്പറിലോട്ട് നമ്മൾ എഴുതി വെക്കണം. അതാണ് ഗെയിം. ഏറ്റവും കൂടുതൽ ഓർത്ത് വെച്ചെഴുതുന്ന ആളാണ് വിന്നർ. അതാണ് ഗെയിമിൻ്റെ റൂള്. നമ്മളെപ്പോഴും കാണുന്ന ഐറ്റംസ് ആണെങ്കിലും നമുക്ക് അത്രയും നമുക്ക് നമ്മുടെ മൈൻഡിൽ ഓർത്ത് വെക്കാനേ പറ്റത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗെയിമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഈ മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി 10th എക്സാമിൻ്റെ റിസൾട്ടിന് പോലും ഇത്ര വെയിറ്റ് ഇരുന്നിട്ടില്ലാത്തതുപോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിന്നർ ജോർജ് അച്ചായനും ലിജോ ചേട്ടനും ആയിരുന്നു. ഈ ഗെയിമൊക്കെ നടത്തിയതും വാലുവേഷനും ഒക്കെ സുബിൻ ചേട്ടനും ആസിഫും ആയിരുന്നു. ഈ സമയം കുഞ്ഞി അങ്ങ് ഉറക്കമായി. ഐസൂട്ടൻ ഓണായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കണ്ണൻ ചേട്ടനും സറാ ചേച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ലെഹാം വാവ പിറ്റേന്നായപ്പോഴത്തേക്ക് ഓക്കെ ആയി. അവൻ ഓട്ടോടെയൊക്കെ അകത്ത് കയറി കളിക്കുകയും കണ്ണൻ ചേട്ടൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് അവനങ്ങനെ ഹാപ്പിയായി പോയിരുന്നു. അടുത്തത് തമ്പോല ഹൗസി എന്ന് പറയുന്ന ആ ഒരു ഗെയിമായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിൽ തരും. ഇതിൽ കുറേ നമ്പറുകൾ കാണും. അവരുടെ കയ്യിൽ ഇതേപോലെ കുറേ കോയിൻസും കാണും. ഇതേപോലെ ഒരു ബോർഡും ഉണ്ടാവും. ഈ കോയിൻസും ബോർഡിനകത്തും 1 to 100 നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കോയിനിൽ ഇവരൊരു നമ്പർ വിളിക്കും. എന്നിട്ട് ആ ഒരു ബോർഡിൽ അവർ ആ നമ്പറിൽ സെയിം വെക്കും. നമ്മുടെ കയ്യിൽ ആ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആ കാർഡിനകത്തുനിന്ന് ഒന്ന് ഫോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കീറി വെക്കുകയോ ചെയ്യാം. നമുക്ക് തന്ന ആ കാർഡിൽ 3 ലൈനാണുള്ളത്. അപ്പോൾ അതിൽ ആദ്യം ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു പ്രൈസ് കിട്ടും. സെക്കൻഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടും. തേർഡ് ലൈൻ അങ്ങനെ തേർഡ് പ്രൈസും കിട്ടും. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തവർക്ക് ജാക്ക് പോട്ടും കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഗെയിമിൻ്റെ റൂള്. ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇത്രയാണ് മനസ്സിലാക്കാൻ പറ്റിയത്.
പിന്നെ അടുത്തത് സമ്മാനദാനമായിരുന്നു. ഫസ്റ്റ് മ്യൂസിക്കൽ ചെയർ ജെൻസിന് ഉള്ളതിന് സ്നീത്തേട്ടനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ സ്നീത്തേട്ടൻ വന്ന് സമ്മാനമൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. മ്യൂസിക്കൽ ചെയർ ലേഡീസിൻ്റെ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സുജയ്ക്കായിരുന്നു. ഫസ്റ്റ് പ്രൈസ് സെറമോൾ. അടിപൊളി അടിപൊളി. ക്ലാപ്പ് ക്ലാപ്പ്. സെക്കൻഡ് പ്രൈസ് കണ്ണൻ. അന്താക്ഷരി ലേഡീസ് ഗ്രൂപ്പിൽ സെറമോൾ. മാസ്റ്റർ ഖാൻ വീട്ടിൽ പോയത് പൊളിച്ചാടോ. And Mr. Lijo from Irinjalakuda. Kumbanad versus Irinjalakuda. G and Johan. സുന്ദരിക്ക് പൊട്ടി തൊടലില് ഫസ്റ്റ് പ്രൈസ് ലിജോയ്. And second prize goes to Mr. Charles. എന്നാ മേടിക്കണ്ട. 100 ഗ്രാം സ്വർണം ഇടാനുള്ള പെട്ടി. ഫസ്റ്റ് ലൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ലൈൻ ഹൗസ് 1 യദു മിസ്റ്റർ യദു ഇതാടിച്ചതിന് ക്ഷീണം മാറി. ലൈൻ ഹൗസ് 2 ലൈൻ നമ്പർ 2 കംപ്ലീറ്റ് ചെയ്ത് ലിജോയ് മിസ്റ്റർ ലിജോയ്. 3 കംപ്ലീറ്റ് ചെയ്ത് മിസ്റ്റർ രാഹുൽ. ആബ്സെന്റ് Rahul absent. Full house goes to the one and only Mr. Jenny. സമ്മാനം goes to paper cup blowing. Ice hand. ഈ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. അവൻ ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ വരുമെന്നോ പ്രൈസ് വാങ്ങിക്കുമെന്നോ ഒന്നും ഓർത്തില്ല. പെട്ടെന്ന് വന്ന് ഓടി വന്ന് പ്രൈസ് വാങ്ങിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. Thank you so much for coming and സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇത് എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വിചാരിച്ച പോലെ നമ്മളെല്ലാം ഭംഗിയായിട്ട് നടന്നു. നമ്മൾ വിചാരിച്ചതിലും അപ്പുറമായിട്ട് നല്ല കാര്യങ്ങൾ നടന്നു. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഒത്തുചേരാൻ ഇടയാക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. ഗെയിമും കാര്യങ്ങളും എല്ലാവരും കൂടെ ഒത്തുകൂടി അടിപൊളി കുറേ നിമിഷങ്ങളായിരുന്നു. നമ്മൾ ചാനലൊക്കെ ആവുന്നതിന് മുന്നേ വേറെ ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ട് നമ്മൾ ഇതേപോലെ ഒത്തുകൂടിയിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ട് ഒത്തുകൂടിയ വീഡിയോസ് ഒന്നും ചാനലിലുള്ള സമയം തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന്. ആദ്യം കാണുന്നത് നാത്തൂൻ ആമിന, കുഞ്ഞുവാവ, കുഞ്ഞി ഉറങ്ങുവാണ്. പിന്നെ ഞാനാണ്, പിന്നെ ആഷിൻ മോനാണ്, ദീപയുടെ മോനാണ് ആഷിൻ, ജോഹൻ മോൻ സുബിൻ ചേട്ടന്റെ മോനാണ്, അമ്പിളി ചേച്ചി, ലിജോ ചേട്ടൻ മോൻ കുഞ്ഞുവാവ, ലിജോ ചേട്ടൻ ഒരു ഫാമിലിയാണ്. പിന്നെ ആഷിക്കിന്റെ മടിയിലിരിക്കുന്നത് ഹൈസുഡനാണ്. ഈ നടക്കുന്നത് ജിനേഷ് ചേട്ടനാണ്. ആഷിക്കിനെ തൊട്ടടുത്തിരിക്കുന്നത് ലിജോ ആണ്. പിന്നെ മുജീബിക്ക, ജിതിൻ, അമൽ, യദു, ഇത് സാലിയമ്മാമയാണ്, അച്ചായൻ, ജോർജ് അച്ചായൻ, സുജ, ആസിഫ്, രാഹുൽ. സുബിൻ ചേട്ടന്റെ പുറകിൽ രാഹുൽ നിൽപ്പുണ്ട്, സുബിൻ ചേട്ടൻ. ഇത്രയും പേരാണ് ആ വീഡിയോയിലുള്ളത്. അപ്പം ആ ഒരു വീഡിയോയിൽ എല്ലാവരും ഇല്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കുറച്ച് ആളുകളും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തി പേര് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചു വരാനായിട്ട് ഉള്ള പാക്കിങ്ങിലാണ്. അപ്പം മൈക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ പാക്ക് ചെയ്തെടുക്കുവാണ്. ഇത് ചിന്നുവിൻ്റെ ഹസ്ബൻഡ് സ്നേഹിതേട്ടനുണ്ടായിരുന്നു.
ഇപ്പോൾ ആളിനെ കാണുന്നില്ല. നമ്മുടെ മ്യൂസിക്കൽ ചെയറിൻ്റെയൊക്കെ വിന്നറായിട്ടുള്ള ആളാണ്. അവരുടെ മകനാണ് കണ്ണം മോന്. ഇത് അമൽ, ജിതിൻ, പിന്നെ യദു, മുജീബിക്ക, ലിജോയി, ആഷിഖ്, ഹൈസുട്ടൻ, ലിജോ ചേട്ടൻ, അമ്പിളി ചേച്ചി, ജോഹൻ മോന്, കുഞ്ഞു ആവ, ദീപ, ആഷിൻ മോന്. പിന്നെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് തരുന്നതാണ് ലിജിയും സുബിൻ ചേട്ടനും. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ മക്കളാണ് സെറായും ജോഹനും. പിന്നെ ഞാൻ, നാത്തൂന് കുഞ്ഞു കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ കുഞ്ഞുവാവ, സുബിൻ ചേട്ടൻ, ആസിഫ്, അങ്ങനെയാണ്. വീഡിയോയിൽ 1-2 പേര് മിസ്സാണ്. ഹസ്ബൻഡ്, സ്നേഹിതേട്ടൻ, അങ്ങനെ 1-2 പേര് മിസ്സാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണിത്. നമ്മൾ പിന്നെ നൈറ്റ് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മളിങ്ങ് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പ് വീഡിയോസ്. അപ്പോൾ 2 പാട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.